ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 18. ആരാധനയുടെ ഉത്സവങ്ങൾ. നിന്റെ ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തുവച്ച് നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ സന്തോഷിക്കണം. ആവർത്തന പുസ്തകം 16-ാം അധ്യായം 11-ാം വാക്യം. ഒരു വലിയ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന വിധം മാറ്റിയേക്കാം. UK-യിലെയും US-ലെയും മൾട്ടി ഡേ ഒത്തുചേരലുകളിൽ 1200-ലധികം ആളുകളുമായി സംവാദിച്ചതിന് ശേഷം വലിയ ഉത്സവങ്ങൾ നമ്മുടെ ധാർമ്മിക ദിശയെ ബാധിക്കുമെന്നും മറ്റുള്ളവരുമായി വിഭവങ്ങൾ പങ്കിടാനുള്ള നമ്മുടെ സന്നദ്ധതയെ പോലും ബാധിക്കുമെന്നും ഗവേഷകനായ ഡാനിയൽ യുസ്കിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും മനസ്സിലാക്കി. ഫെസ്റ്റിവലിൽ പങ്കെടുത്തവരിൽ 63% പേർക്കും ഒരു രൂപാന്തരീകരണ അനുഭവം ഉണ്ടായെന്നും അതവരെ മാനുഷികതയുമായി കൂടുതൽ ബന്ധിപ്പിച്ചെന്നും സുഹൃത്തുക്കളോടും കുടുംബത്തോടും തികച്ചും അപരിചിതരോട് പോലും കൂടുതൽ ഉദാരമനസ്കത കാണിക്കാനും ഇടവരുത്തിയതായും അവരുടെ ഗവേഷണം കണ്ടെത്തി. എന്നിരുന്നാലും ദൈവത്തെ ആരാധിക്കാൻ മറ്റുള്ളവരുമായി നാം ഒത്തുകൂടുമ്പോൾ ഒരു മതേതര ഉത്സവത്തിൻ്റെ സാമൂഹിക പരിവർത്തനം എന്നതിലുപരിയായി ഒന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയും. നാം ദൈവവുമായി തന്നെ ആശയവിനിമയം നടത്തുന്നു. പുരാതന കാലത്ത് ഇസ്രായേൽ ജനം വർഷത്തിലുടനീളം യെരുശലേമിൽ തങ്ങളുടെ വിശുദ്ധ ഉത്സവങ്ങൾക്കായി ഒത്തുകൂടുമ്പോൾ ദൈവവുമായുള്ള ആ ബന്ധം നിസ്സംശയം അവർക്ക് അനുഭവപ്പെട്ടു. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിനും വാരോത്സവത്തിനും കൂടാര പെരുന്നാളിനും ആധുനിക സൗകര്യങ്ങളില്ലാതെ തന്നെ അവർ യെരുശലേമിലേക്ക് യാത്ര ചെയ്തു. ഈ ഒത്തുചേരലുകൾ കുടുംബത്തോടും ദാസന്മാരോടും പരദേശികളോടും മറ്റുള്ളവരോടും ഒപ്പം യഹോവയുടെ സന്നിധിയിൽ ഗംഭീരമായ സ്മരണയുടെയും ആരാധനയുടെയും സന്തോഷത്തിൻ്റെയും സമയങ്ങളായിരുന്നു. അവനെ തുടർന്നും ആസ്വദിക്കാനും യേശുവിൻ്റെ വിശ്വസ്തതയിൽ ആശ്രയിക്കാനും പരസ്പരം സഹായിക്കുന്നതിനുമായി നമുക്ക് മറ്റുള്ളവരുമായി ആരാധനയ്ക്ക് ഒത്തുകൂടാം. ചിന്തിക്കുക, ആരാധനയ്ക്കായി മറ്റുള്ളവരുമായി ഒത്തുകൂടുമ്പോൾ ദൈവവുമായുള്ള ഒരു ബന്ധം നിങ്ങൾ എങ്ങനെയാണ് അനുഭവിച്ചിട്ടുള്ളത്? മറ്റുള്ളവരുടെ സാന്നിധ്യം എങ്ങനെ അതിന് സഹായിച്ചു? ദൈവത്തിന് മഹത്വം.